ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 24% പേർ വോട്ട് രേഖപ്പെടുത്തി. വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സജീവമായി രംഗത്ത്. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. കേരളത്തിൽ മലപ്പുറം, കൊല്ലം ജില്ലകളിൽ മഞ്ഞപ്പിത്ത മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വാർത്തകൾ വിശദമായി. 5, 6, 7 ഘട്ടങ്ങളിലേക്കുള്ള പൊതു തിരഞ്ഞെടുപ്പ് പ്രചാരണം രാജ്യത്ത് ഊർജിതമായി പുരോഗമിക്കുന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാന നേതാക്കളെല്ലാം പ്രചാരണ രംഗത്ത് സജീവമാണ്. പ്രധാനമന്ത്രിയും BJPയുടെ മുതിർന്ന നേതാവുമായ നരേന്ദ്രമോദി ബീഹാറിൽ തിരഞ്ഞെടുപ്പ് പരിപാടിയിൽ പങ്കെടുക്കുന്നു. പ്രധാനമന്ത്രി നാളെ വാരണാസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ അമിത്ഷാ ഇന്ന് മഹാരാഷ്ട്രയിൽ തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും ഇന്ന് ഉത്തർപ്രദേശിലെ റായ്ബറേലിയിൽ പര്യടനം നടത്തുകയാണ്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ മോത്തിനഗർ, ഉത്തം നഗർ എന്നിവിടങ്ങളിൽ ഇന്നലെ റോഡ് ഷോയിൽ പങ്കെടുത്തു. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കാശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലാണ് ഇന്ന് വിധിയെഴുതുന്നത്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം 24.87% പോളിംഗ് രേഖപ്പെടുത്തി. 17,70,00,000-ലധികം വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്. പൊതു തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മുഴുവൻ മണ്ഡലങ്ങളും ഇന്ന് ഒറ്റഘട്ടമായി വിധിയെഴുതുകയാണ്. ആന്ധ്രാപ്രദേശിൽ 23.1%, തെലങ്കാനയിൽ 24.31% പോളിംഗ്. ബീഹാറിൽ 22.54%, ഝാർഖണ്ഡിൽ 27.4%, മധ്യപ്രദേശ് 32.38%, മഹാരാഷ്ട്ര 17.51%, ഒഡീഷ 23.28%, ഉത്തർപ്രദേശ് 27.12%, പശ്ചിമബംഗാൾ 32.78% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ജമ്മുകശ്മീരിൽ 14.94% പേരാണ് 11 മണിവരെ വോട്ട് രേഖപ്പെടുത്തിയത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിയോടെ പൂർത്തിയാകും. ഉയർന്ന താപനില കണക്കിലെടുത്ത് എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. 4ാം ഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടൊപ്പം ഒഡീഷ, ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളിലെ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും പുരോഗമിക്കുന്നു. ആന്ധ്രാപ്രദേശിൽ ആകെയുള്ള 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിനോടൊപ്പം 175 അംഗ നിയമസഭയിലേക്കുള്ള വോട്ടെടുപ്പും ഒറ്റഘട്ടമായാണ് നടക്കുന്നത്. 11 മണിവരെയുള്ള കണക്കുകൾ പ്രകാരം ആന്ധ്രാപ്രദേശിൽ 23% വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. 4 ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് ക്രമീകരിച്ചിട്ടുള്ള ഒഡീഷയിൽ 147 നിയമസഭാ മണ്ഡലങ്ങളിലെ 28 സീറ്റുകളിലും 21 പാർലമെന്റ് മണ്ഡലങ്ങളിലെ 4 സീറ്റിലുമാണ് ഇന്ന് വോട്ടെടുപ്പ്. 23.28% പോളിംഗ്. CBSE 12ാം ക്ലാസ് പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. 87.98% വിജയശതമാനം. കഴിഞ്ഞ വർഷത്തേക്കാൾ 0.65% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവനന്തപുരത്ത് 99.97% വിജയം. ചെന്നൈ 98.47%, ബംഗളൂരു 96.95% വിജയം നേടി. CBSE results.nic.in, cbse.gov.in എന്നീ വെബ്സൈറ്റുകളിലും ഡിജി ലോക്കറിലും ഫലമറിയാം. മലപ്പുറത്ത് 5 മാസത്തിനിടെ മഞ്ഞപ്പിത്തം ബാധിച്ച് 8 പേർ മരിച്ച സാഹചര്യത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം പുരോഗമിക്കുന്നു. ഇന്നലെ 2 പേരാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് മരിച്ചത്. ജില്ലയിൽ ഈ വർഷം ജനുവരി മുതൽ 3184 സംശയാസ്പദമായ വൈറൽ ഹെപ്പറ്റൈറ്റിസ് കേസുകളും 1032 സ്ഥിരീകരിച്ച കേസുകളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം കല്ലുവാതുക്കൽ ഗ്രാമപഞ്ചായത്തിലും മഞ്ഞപ്പിത്തവും എലിപ്പനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി. മഞ്ഞപ്പിത്തം ബാധിച്ച നടക്കൽ സ്വദേശി കഴിഞ്ഞ ദിവസം മരിച്ചിരുന്നു. ഹിമാചലിൽ അപകടത്തിൽ മരിച്ച കരസേനാ സൈനികൻ ഫറോക്ക് സ്വദേശി ആദർശിന് നാടിന്റെ യാത്രാമൊഴി. ഭൌതികദേഹം സൈനിക ബഹുമതിയോടെ കോഴിക്കോട്ടെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വിലാപയാത്രയ്ക്കും പൊതുദർശനത്തിനും ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ നടന്നത്. MK രാഘവൻ MP, ADM അജീഷ്, ഫറോക്ക് നഗരസഭാ ചെയർമാൻ NC അബ്ദുൾ റസാഖ് തുടങ്ങിയവരും
അന്തിമോപചാരം അർപ്പിച്ചു. തുടർന്ന് അനുശോചന യോഗവും ചേർന്നു. കേരളത്തിൽ പരിഷ്കരിച്ച ഡ്രൈവിംഗ് ടെസ്റ്റ് ഇന്നും തടസ്സപ്പെട്ടു. തിരുവനന്തപുരം മുട്ടത്തറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ സംഘർഷമുണ്ടായി. ടെസ്റ്റിന് എത്തിയവരെ സമരക്കാർ ഗേറ്റിന് മുന്നിൽ തടഞ്ഞു. തുടർന്ന് പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പരിഷ്കരണത്തിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു. തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്നുള്ള CPI MP M സെൽവരസു അന്തരിച്ചു. 67 വയസ്സായിരുന്നു. ചെന്നൈയിൽ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഓൺലൈൻ തട്ടിപ്പിനെതിരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിച്ച കേരള പോലീസ്. പണം നിക്ഷേപിക്കുന്നതിന് റിസർവ് ബാങ്ക് അംഗീകരിച്ച സ്ഥാപനങ്ങളെ മാത്രം ആശ്രയിക്കണമെന്നും പണം നിക്ഷേപിക്കാൻ ഉപഭോക്താക്കളെ പ്രേരിപ്പിച്ചുകൊണ്ട് വാട്സ്ആപ്പ്, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളിൽ ലഭിക്കുന്ന ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യാതിരിക്കണമെന്നും നിർദ്ദേശത്തിലുണ്ട്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ 1 മണിക്കൂറിനകം വിവരം 1930 എന്ന നമ്പറിൽ അറിയിക്കണം. www.cybercrime.gov.in എന്ന വെബ്സൈറ്റിലും പരാതി രജിസ്റ്റർ ചെയ്യാം. ഇന്നലെ വിയറ്റ്നാമിലെ കാംബ്രാൻ ബേയിൽ എത്തിയ ഇന്ത്യൻ നാവികസേനയുടെ അന്തർവാഹിനി വിരുദ്ധ യുദ്ധക്കപ്പലായ INS കെൽട്ടൺ വിയറ്റ്നാം പീപ്പിൾസ് നേവിയുടെയും ഇന്ത്യൻ എംബസിയുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം ലഭിച്ചതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. 2 നാവിക രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ദീർഘകാല സൌഹൃദവും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് ഈ സന്ദർശനം വഴിയൊരുക്കുമെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു. ഇന്ത്യൻ നേവിയും വിയറ്റ്നാം പീപ്പിൾസ് നേവിയും തമ്മിൽ കടലിൽ നടക്കുന്ന സംയുക്ത സൈനിക അഭ്യാസത്തോടെ സന്ദർശനം സമാപിക്കും. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പൽ ഇടിച്ച് 2 പേർ മരിച്ചു. മത്സ്യബന്ധന ബോട്ടിലുണ്ടായിരുന്ന പൊന്നാനി അഴിക്കൽ സ്വദേശി ശ്രാങ്ക് അബ്ദുൽ സലാം, സഹായി കടവ് സ്വദേശി ഗഫൂർ എന്നിവരാണ് മരിച്ചത്. ബോട്ടിൽ ഉണ്ടായിരുന്ന മറ്റ് 4 പേർ രക്ഷപ്പെട്ടു. ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം. പൊന്നാനിയിൽ നിന്ന് മത്സ്യബന്ധനത്തിനായി പോയ ബോട്ടിലേക്ക് കപ്പൽ വന്നിടിക്കുകയായിരുന്നു. ജീവനക്കാരുടെ പണിമുടക്കിനെ തുടർന്ന് താറുമാറായ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാന സർവീസുകൾ ഇന്നും സാധാരണ നിലയിലായില്ല. കണ്ണൂരിൽ നിന്നുള്ള 2 സർവീസുകളും കൊച്ചിയിൽ നിന്നുള്ള 1 സർവീസും ഇന്ന് റദ്ദാക്കി. അബുദാബി, റിയാദ്, ദമാം, ബഹ്റൈൻ എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലേക്ക് എത്തേണ്ട സർവീസുകളും റദ്ദാക്കി. രാവിലെ പുറപ്പെടേണ്ട ദമാം, ബഹ്റൈൻ സർവീസുകളും മുടങ്ങി. ആഭ്യന്തര സെക്ടറിൽ ബംഗളൂരു, കൊൽക്കത്ത, ഹൈദരാബാദ് സർവീസുകളും ഇന്ന് മുടങ്ങി. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിടും. വൈകിട്ട് 7:30 അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കേരള തീരത്ത് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ശക്തമായ വേനൽമഴ അനുഭവപ്പെടാനും സാധ്യതയുണ്ട്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലും നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രതയുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. അന്താരാഷ്ട്ര ടെന്നീസ് ഫെഡറേഷന്റെ ജൂനിയർ 30 ടൂർണമെന്റിന് ലക്നൌവിൽ തുടക്കമായി. യുക്രൈനിലും അമേരിക്കയിലും നിന്നുള്ളവരുൾപ്പെടെ 125ഓളം അന്താരാഷ്ട്ര കളിക്കാർ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ട്രെയിനിനുള്ളിൽ വീണ്ടും TTEക്ക് മർദ്ദനം. രാജസ്ഥാൻ സ്വദേശിയായ TT വിക്രം കുമാർ മീണയ്ക്കാണ് ഇന്നലെ രാത്രി മർദ്ദനമേറ്റത്. മംഗലപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ് തിരൂരിൽ എത്തിയപ്പോഴാണ് സംഭവം. ടിക്കറ്റ് എടുക്കാതെ റിസർവേഷൻ കമ്പാർട്ട്മെന്റിൽ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴാണ് TTE മർദ്ദിച്ചത്. അതിക്രമം നടത്തിയ തിരുവനന്തപുരം സ്വദേശിയായ സ്റ്റാൻലി ബോസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോഴിക്കോട് റെയിൽവേ പോലീസ് കേസെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പ് പുരോഗമിക്കുന്നു. 11 മണിവരെ 24% പേർ വോട്ട് രേഖപ്പെടുത്തി. വരാനിരിക്കുന്ന ഘട്ടങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കി മുന്നണികൾ. മുതിർന്ന നേതാക്കളും താരപ്രചാരകരും സജീവമായി രംഗത്ത്. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. 87.98% വിജയം. കേരളത്തിൽ മലപ്പുറം, കൊല്ലം ജില്ലകളിൽ മഞ്ഞപ്പിത്ത മരണം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മത്സരം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.